ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ നിങ്ങളൊന്ന് കണ്ടോക്കിക്കേ, ഒരു ഹൻസ് ബീൻസ് ആണ്. ഹൻസ് ബീൻസ് കണ്ടല്ലോ. ഇത് നമുക്ക് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. ഇതുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നല്ല സൂപ്പറാണ് കുബൂസൊക്കെ കഴിക്കാനേ. കുബൂസാണ് ഇതിൻ്റെ മെയിൻ. സമൂന കുബൂസ് അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ചേരുവകൾ കേട്ടോ. ഇത് ചേർത്ത് കഴിക്കാൻ, ഇതുണ്ടാക്കിയിട്ട് ഇതിൽ ചേർത്ത് കഴിക്കുന്ന കുബൂസും സമൂനയുടെ ഉള്ളിൽ പുലർന്നിട്ട് അതിലേക്ക് വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. കണ്ടല്ലോ, ഞാനൊരു ചെമ്പ് വെച്ച് മക്കളെ, കണ്ടല്ലോ, ഞാനൊരു ചെമ്പ് വെച്ച് കൊടുത്ത് മക്കളെ. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടിയുള്ളത് കേട്ടോ. നിങ്ങൾ ഒലിവ് ഓയിലേ ഉണ്ടാകും. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളിയാണ് ഇതിൻ്റെ പ്രധാനം. കണ്ടല്ലോ, ഞാൻ കുറച്ച് വെളുത്തുള്ളി അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, പിന്നെ നമ്മളെ എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഈ തക്കാളിയിൽ കൂടെ അരിഞ്ഞ് വെച്ചേക്കാണ്. ഒരു 5 പച്ചമുളക് എരിവുള്ളതാണ് ഇത്. നമുക്ക് അതിലോട്ട് ഞാൻ വെച്ചതാണ്. അതിൽ കൂടെ ചേർത്തിട്ട്, അപ്പോൾ തക്കാളി അരിഞ്ഞപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് അതിൽ കൂടെ തന്നെ ചേർത്ത് അരിഞ്ഞങ്ങോട്ട് വെച്ച്. കണ്ടോ, ഒരു 5 പച്ചമുളക് കുറച്ച് എരിക്കിടണം കേട്ടോ. എരിവാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എരിവുള്ളവർക്ക് എരിവ് ചേർക്കാം, ഇല്ലാത്തവർക്ക് എരിവ് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ടൊരു 2 സവാള അരിഞ്ഞത് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സവാളയാണ് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് അവിടെ കിടന്നൊന്ന് കളറായിട്ട് വരാം കേട്ടോ. ഉള്ളി ഇവിടെ കളറായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 തക്കാളിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 3 തക്കാളി നമുക്ക് അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു 3 മീഡിയം തക്കാളിയാണ് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇത് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് വരണം. ഇതിനകത്തോട്ട് നമുക്ക് അതിലൊക്കെ ഉപ്പൊക്കെ ഉള്ളതാണ്. നമുക്ക് എന്നാലും കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂൺ ജീരക പൗഡറാണ് കേട്ടോ. ജീരകത്തിൻ്റെ പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് പുളിയാണ്. നാരങ്ങയുടെ ജ്യൂസ്, കുറച്ച് ആവശ്യത്തിനുള്ള പുളി നമുക്ക് നാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഓവർ പുളി ആവരുത് കേട്ടോ. ഒരു മധുരവും പുളിയും കൂടെ ഉള്ള ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് ഈ ഹൻസ് ബീൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു മധുരവും ഒരു പുളിയും എല്ലാം കൂടി ചേർന്നതാണ്. അപ്പോൾ നമ്മൾ കുബൂസ സമൂനയൊക്കെ കഴിച്ച് ഇതിലോട്ട് ടിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴുണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി 2 ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിയാം, അല്ലെങ്കിൽ ഒരു ഡിന്നർ കഴിക്കാം. നമ്മളെ ബീൻസ് ഒന്നും കൂടെ നമുക്ക് തുറന്ന് നോക്കാം. ഇവിടെ തയ്യാറായിട്ടുണ്ട്. വാവ്, കണ്ടോ, തയ്യാറായി. ഞാൻ അപ്പോൾ തീ കുറയ്ക്കാൻ പോവുകയാണ്. കണ്ടല്ലോ, അടിയിൽ നല്ലതുപോലെ വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ല കണക്കിനുള്ള പാകത്തിനുള്ള വെള്ളമൊക്കെ ആയിട്ടുണ്ട്. കണ്ട, നമ്മൾ കുബൂസും ഒക്കെ കഴിക്കുന്ന ഫൂളിൻ്റെ പരുവത്തിനായിട്ടുണ്ട്. നമ്മൾ ഫൂളെല്ലാം ഉണ്ടാക്കൂലേ, അതേമാതിരി ആയിട്ടുണ്ട്. നമ്മൾ കുബൂസ് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചാൽ എങ്ങനെയുണ്ട് അതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കുറച്ച് മല്ലിയിലയും കുറച്ച് സ്പ്രിങ് ഒനിയനാണ് കേട്ടോ. സ്പ്രിങ് ഒനിയൻ മസ്റ്റായിട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. സ്പ്രിങ് ഒനിയനും കുറച്ച് മല്ലിയിലയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. കണ്ടോ, മല്ലിയിലയും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം, സ്പ്രിങ് ഒനിയനും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് 2 കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പും കൂടെ നോക്കിയിട്ട് ഇതങ്ങ് തീ അങ്ങ് ഓഫാക്കാം. കണ്ടോ, അടിപൊളിയാണ് മക്കളെ, ഒന്നും പറയാനില്ല കേട്ടോ. അത്രയും സൂപ്പറാണ്. നമുക്ക് കുബൂസ്, സമൂന, ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് വെച്ച് കഴിക്കാം. എല്ലാത്തിനും പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് ചോറ്റിലൂടെയും കഴിക്കാം. കണ്ടോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇത് തീ ഓഫാക്കാൻ പോവുകയാണ്. ഇതെല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോക്കിക്കേ, ഞാൻ തീ ഓഫാക്കുന്നു മക്കളെ. പുറത്തെടുക്കാം നമുക്ക്. ഞാനിത് പുറത്ത് എടുക്കുന്നു. ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. നമ്മളെ ബീൻസ് ഞാൻ പുറത്തെടുത്ത് ഞാൻ സർവ് ചെയ്ത് കാണിച്ചു തരാം മക്കളെ. അടിപൊളിയാണ് കേട്ടോ. നമുക്കിതൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലോട്ട് കണ്ട നിങ്ങൾ നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന്. ഇതൊന്ന് സർവ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുണ്ടാക്കി വെച്ചാൽ നമുക്ക് ഡിന്നറിനൊക്കെ ഒരു കുബൂസ് മേടിച്ചാലും നമുക്ക് കഴിക്കാം. ചപ്പാത്തി ആയാലും കുബൂസ് ആയാലും ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അത്രയും സൂപ്പറായിട്ടുള്ളൊരു ഐറ്റമാണ്. ആരും മറക്കല്ലേ മക്കളെ. എല്ലാവരും പോവാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്. കണ്ടല്ലേ, താങ്ക് യു ഫോർ വാച്ചിങ്. കണ്ടല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മക്കളെ. താങ്ക് യു.